ഐഫോണകത്ത് നമുക്ക് ചാർജ് നിൽക്കാത്ത പ്രശ്നങ്ങൾ കുറേ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് iOS 26 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ചാർജ് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നമുക്ക് ചാർജ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്യാം, അതുപോലെ നമ്മൾ ബാറ്ററി ഹെൽത്ത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ഇത്. നമ്മളെ മൊബൈലിനകത്ത് ഫസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിനകത്ത് ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, നമ്മളത് ഓപ്പൺ ചെയ്യുക. അതിന് താഴെയായിട്ട് നമുക്ക് പവർ മോഡ് എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിന് മുകളിൽ തന്നെ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അഡാപ്റ്റീവ് പവർ എന്നുള്ള ഓപ്ഷൻ. ഇത് രണ്ടും നമ്മൾ എനേബിൾ ചെയ്യുക. ഫോൺ 15 Pro Max മുതലുള്ള ഡിവൈസിൽ മാത്രമേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ, അതിന് മുമ്പുള്ള ഡിവൈസിൽ ഈ ഒരു ഓപ്ഷൻ വരുന്നതല്ല. ഇത് നമ്മൾ സെറ്റിങ്സിനകത്ത് അക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡിസ്പ്ലേ ടെസ്റ്റ് സൈസ് എന്നുള്ള ഓപ്ഷൻ, അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് റെഡ്യൂസ് ട്രാൻസ്പെറൻസി എന്നുണ്ട്, അത് നമ്മൾ എനേബിൾ ആക്കി കൊടുക്കുക. അതിനകത്ത് താഴോട്ട് വന്നാൽ റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും നമ്മൾ എനേബിൾ ആക്കി കൊടുക്കുക. അടുത്ത് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ജനറൽ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് എന്നുണ്ട്, അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് എന്നുള്ളത് ഓഫ് ചെയ്തിടുക, അതല്ലെങ്കിൽ അതിനകത്ത് ടച്ച് ചെയ്തിട്ട് വൈഫൈ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓഫ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ തീരെ യൂസ് ചെയ്യാത്ത അപ്ലിക്കേഷൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഓരോ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ സെറ്റിങ്സിനകത്ത് പ്രൈവസി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, നമ്മളത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ലൊക്കേഷൻ സർവീസ് എന്ന് കാണിക്കുന്നുണ്ട്, നമ്മളത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഈ ലൊക്കേഷൻ സർവീസ് ഒരിക്കലും ഡിസേബിൾ ആക്കരുത്. നമ്മൾ മൊബൈൽ കളവ് പോയാൽ നമുക്ക് ലൊക്കേഷൻ സെർച്ച് ചെയ്യണമെങ്കിൽ ഇത് എനേബിൾ ആക്കൽ നിർബന്ധമാണ്, അതുകൊണ്ട് ഇതൊരിക്കലും നിങ്ങൾ ഡിസേബിൾ ചെയ്യരുത്. ഇതിൻ്റെ താഴെ നമ്മളെ ഫോണിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷനും കാണിക്കുന്നുണ്ട്, അത് അധികം യൂസ് ചെയ്യുന്നത് വൈൽ യൂസിങ് എന്നുള്ളതായിരിക്കും. നമ്മൾ ഇതിനകത്ത് നമ്മളെ ബാങ്ക്പരമായ ആപ്ലിക്കേഷൻ, അതുപോലെ നമ്മുടെ ഗൂഗിൾ പേ, ഇതൊന്നും അല്ലാത്ത ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നെവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ അതിൻ്റെ താഴോട്ട് വന്നാൽ സിസ്റ്റം സർവീസ് എന്ന് കാണിക്കുന്നുണ്ട്, അതിനകത്ത് കുറേ ഓപ്ഷന് ഡിസേബിൾ ആക്കാണ്ട്. ഞാൻ ഈ കാണിച്ച പോലെ നിങ്ങളെല്ലാം ഡിസേബിൾ ആക്കുക. എനേബിൾ ആക്കേണ്ടത് എനേബിൾ തന്നെ ആക്കണം. ഫൈൻഡ് മൈ ഐഫോൺ എന്നൊക്കെ ഉള്ളത് നമുക്ക് എനേബിൾ തന്നെ ആക്കിയിടേണ്ടതുണ്ട്, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ ഡിസേബിൾ ആക്കിയിടുക. അതിൻ്റെ തൊട്ട് താഴെ പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുണ്ട്, ഈ 3 നമ്മൾ ഡിസേബിൾ ആക്കിയിടുക. അപ്പോൾ നമ്മൾ പുതിയ മൊബൈൽ വാങ്ങിയാലും 2-3 മാസം കൊണ്ടൊക്കെ നമ്മളെ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് കുറയാറുണ്ട്, 96, 94 കുറഞ്ഞു വരാറുണ്ട്. അത് നിങ്ങൾ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ഹെൽത്ത് കുറയുന്നതാണ്. അതുപോലെ നമ്മളെ ഫോണിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് എല്ലാ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യുക.